തന്നെ കാണിക്കുന്നത് നമ്മുടെ ഇച്ചിക്കോനെയാണ്. ഫൈറ്റിൽ തോറ്റത് കൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിക്കോ ഒരുപാടധികം വിഷമത്തിൽ ഇപ്പം നിൽക്കുകയാണ്. തന്നെ നമ്മുടെ രഞ്ജി അങ്ങോട്ട് വരികയാണ്. സോ നമ്മുടെ ഇച്ചിക്കോന്റെ പെരുമാറ്റം തന്നെ കുറച്ച് വ്യത്യാസത്തോടെ നമ്മുടെ രഞ്ജിക്ക് മനസ്സിലാക്കിയാണ്. നമ്മുടെ ഇച്ചിക്കോ ഇതേ സമയം തന്നെ ഒരുപാടധികം വിഷമിച്ച് തൻ്റെ കൂട്ടുകാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുമാത്രമല്ല നമ്മുടെ ഇച്ചിക്കോ ഇത്ര നാൾ വിചാരിച്ചത് ഇച്ചിക്കോ അത്യാവശ്യം സ്ട്രോങ് ആണെന്ന്. നമ്മുടെ ഇച്ചിക്കോയ്ക്ക് ഇപ്പം റിയലൈസ് ചെയ്യുകയാണ് ഇച്ചിക്കോ വളരെയധികം വീക്കാണെന്ന്. തൻ്റെ കൂട്ടുകാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പവർ പോലും ഇല്ല എന്ന് കാണിക്കുന്നത് നമ്മുടെ ഗ്രിംജോയും അതുപോലെ തന്നെ നമ്മുടെ തോഷ് വേൾഡിലേക്ക് വരികയാണ്. സോ നമ്മുടെ ഗ്രിംജോ ഐസന്റെ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഹോളോ വേൾഡിലേക്ക് പോയി ചെയ്തിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഐസൻ ആണെങ്കിൽ ഗ്രിംജോനോട് ക്ഷമിക്കുകയാണ്. എന്നാൽ ഇതൊന്നും കണ്ടിരിക്കാൻ നമ്മുടെ തോഷിന് പറ്റിയില്ല. ഒരുപാടധികം ദേഷ്യം വന്നതുകൊണ്ട് തന്നെ നമ്മുടെ തോഷനാണെങ്കിൽ ഗ്രിംജോന്റെ കൈ അങ്ങ് വെട്ടി മുറിച്ച് തറയിലിടുകയാണ്. വേദനയും ദേഷ്യവും കൊണ്ട് നമ്മുടെ ഗ്രിംജോൻ ഒന്നിച്ച് വന്നിട്ട് നമ്മുടെ തോഷിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. കണ്ട നമ്മുടെ ക്യാപ്റ്റൻ ഐസൻ പറയുകയാണ്, ഗ്രിംജോ, തോഷൻ എൻ്റെ സുഹൃത്താണ്. അവനെ എന്തെങ്കിലും ചെയ്താൽ ഞാനിവിടെ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാനങ്ങ് കൊന്നുകളയും എന്ന് നമ്മുടെ ഐസൻ ദേഷ്യത്തോട് പറയുന്നു. സോ ഇത് കേട്ട് ചെറുതായിട്ട് നമ്മുടെ ഗ്രിംജോ പേടിച്ചിട്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഐസന്റെ പ്ലാൻ ആണ്. ഐസനാണെങ്കിൽ തന്റെ സബോർഡിനേറ്റ്സിനെ വരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോഷനാണെങ്കിൽ ഐസൻ പറയുന്നതിൽ കേട്ട് നമ്മുടെ ഗ്രിംജോൻ എന്തെങ്കിലും ഗ്രിംജോനെ ചെയ്തത് നമ്മുടെ തോഷനാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രിംജോയ്ക്ക് തോഷനോടായിരിക്കും ദേഷ്യം. ഐസൻ തന്നെ സബോർഡിനേറ്റ്സിനെ മാനിപ്പുലേറ്റ് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയുടെ അച്ഛനാണെങ്കിൽ ഇഷിതനെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ അന്നേരം തന്നെയായിരുന്നു നമ്മുടെ ഇഷിതയ്ക്ക് എന്തോ ഒരു സ്പിരിച്വൽ പ്രഷർ സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ ഇഷിതയ്ക്ക് മനസ്സിലാക്കിയാണ് ടൗണിൽ എന്തോ ഒരു സംഭവം വന്നിട്ടുള്ള ഒരു കാര്യം. ചിന്തിക്കുകയാണ് ഇച്ചികയും ബാക്കിയുള്ളവർ ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും, എൻ്റെ സഹായം അവർക്ക് വേണമെന്ന്. സോ ഇത് മനസ്സിലാക്കിയ അച്ഛൻ പറയുകയാണ്, ഞാൻ നിന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ തെറ്റിക്കാൻ പോകണം. ആകണമെങ്കിൽ നീ പിന്നെ ആ സോൾ റിപ്പേഴ്സിനോടൊന്നും ഒരു കമ്പനിയും പാടില്ല. സോ ഇത് കേട്ട് ഇഷിതയ്ക്ക് അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ അച്ഛനാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള അധികാരമൊന്നുമില്ല എന്ന് നമ്മുടെ ഇഷിത തൻ്റെ അച്ഛനോട് പറയുകയാണ്. സോ ഇത് കേട്ട് ദേഷ്യം വന്ന അച്ഛൻ പെട്ടെന്ന് തന്നെ ഇഷിതയുടെ അടുത്ത് വന്നിട്ട് എന്തോ ഒരു തരത്തിലുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോന്റെ വീടാണ്. സോ ഇച്ചിഗോന്റെ വീടിൻ്റെ അതിൽ ഇച്ചിഗോന്റെ സിസ്റ്ററായിട്ടുള്ള യൂസു ആണെങ്കിൽ ഇച്ചിഗോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ യൂസു മാത്രമല്ല വീട്ടുകാർ മുഴുവനായിട്ടും നമ്മുടെ ഇച്ചിഗോ എവിടെയാണ് പോയത്, അല്ലെങ്കിൽ ഇച്ചിഗോ ഈ വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോക്കിയുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന മോട്ട്സോൾ കാണുകയാണ്. ഇച്ചിഗോനെ അറിയിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടി പോവുകയാണ്. മോട്ട്സോൾ ആണെങ്കിൽ ഇച്ചിഗോ ഒക്കെ ഉള്ള സ്ഥലത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ വളരെയധികം സീരിയസ് ആയിട്ട് അങ്ങോട്ട് വരികയാണ്. ഫൈറ്റിൽ തോറ്റതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ വളരെയധികം നിരാശനായിട്ടാണ് വരുന്നത്. റോക്കിക്ക് മുറിവ് പറ്റാൻ കാരണം താനാണെന്നുമാണ് നമ്മുടെ ഇച്ചിഗോ വിചാരിക്കുന്നത്. മനസ്സിലാക്കിയ നമ്മുടെ റോക്കി പറയുകയാണ്, ഹേ ഇച്ചിഗോ, എനിക്ക് മുറിവുകൾ പറ്റാൻ കാരണം അത് നീ ഒന്നുമല്ല, അത് ഞാൻ തന്നെ കാരണം. വിഷമില്ലാത്ത കാര്യത്തിലാണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോക്കിയ പറയുന്നത്. മാത്രമല്ല ഇച്ചിഗോ, നീ ഉരഹരനെ പോയി കാണ്, അന്നേരം നിനക്ക് നിന്റെ ഹോളോ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ഞാൻ ഉരഹരയുടെ അടുത്ത് പോകത്തില്ല. ഇച്ചിഗോ പറയുന്നതെന്ന് വെച്ചാൽ ഉരഹരയുടെ അടുത്ത് പോയാൽ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ, അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ ഞാൻ തന്നെ കണ്ടുപിടിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ ഉരഹരയുടെ അടുത്ത് പോകുന്നില്ലെന്നാണ് ഇവരോട് എല്ലാവരോടും കൂടെ നമ്മുടെ ഇച്ചിഗോ വളരെയധികം സീരിയസ് ആയിട്ട് പറയുന്നത്. ഇത് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോ പാർക്കിൽ നിൽക്കുന്നതാണ്. സോ പാർക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഓരോ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഏത് ഓർമ്മകളാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇച്ചിഗോ അലങ്കാരുടെ കയ്യിൽ നിന്ന് അടിമേടിക്കുന്നത്, അതുപോലെ തന്നെ ഇച്ചിഗോ ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇച്ചിഗോ അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ നമ്മുടെ ഇച്ചിഗോ വൈസോഡ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കീക്കോയുടെ സിസ്റ്റർ ആയിട്ടുള്ള മിക്കാക്കുവിനെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. സോ അത് മാത്രമല്ല നമ്മുടെ മീക്കോയ്ക്ക് ഇക്കാക്കുവിനെ നല്ല രീതിയിൽ ഇഷ്ടവും. നമ്മുടെ ഇക്കാക്കുവിനെ അറിയാമല്ലോ, സിക്കുമാ ബോയ്. ഈ കാര്യത്തിലൊന്നും മൈൻഡ് ചെയ്യാതെ അടുത്തത് ആരോട് ഫൈറ്റ് എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇക്കാക്കു. പിന്നീട് കാണിക്കുന്നത് വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോനെയാണ്. സോ നടന്ന ബാറ്റിൽസിന്റെ ഒക്കെ റെക്കോർഡ്സ് സൊസൈറ്റിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ. മാത്രമല്ല അലങ്കാർസിക്ക് ഒരുപാടധികം പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ അലങ്കാർസിലൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റീഇൻഫോഴ്സ്മെന്റ് വേണം. ക്യാപ്റ്റൻ തോഷിറോ സോൾ സൊസൈറ്റിയിലേക്ക് അയക്കുകയാണ്. തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് റാങ്കിക്ക് വരികയാണ്. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ അതിനൊന്നും നിന്ന് കൊടുക്കുന്നില്ല. ഫൈറ്റിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കുറ്റബോധം നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോന്റെ ഉള്ളിലുണ്ട്. തന്നെ വളരെയധികം സീരിയസ് ആയിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ നിൽക്കുന്നത്. അലങ്കാർ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഹോളോസിനെക്കാട്ടിൽ പവർഫുൾ ആയിട്ടുള്ള ഹോളോസ് ഇതിനെ തടുക്കാൻ വേണ്ടി ആരുണ്ട്? സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ റാങ്കിക്ക് വളരെയധികം സീരിയസ് ആകുകയാണ്. ഇതുപോലത്തെ ഒരു വലിയ ആർമി തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും
മൊത്തത്തിൽ തന്നെ ഇല്ലാതായി പോകും. പിന്നീട് കാണിക്കുന്നത് മുറിവേറ്റി കിടന്ന നമ്മുടെ ഉരുവിനെ മുറിവുകളൊക്കെ മാറും തന്നെ. നമ്മുടെ ജിൻഡയാണെങ്കിൽ ഉരുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സാധു ഉരഹരനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ നമ്മുടെ സാധു ആണെങ്കിൽ പവർഫുൾ ആക്കാൻ വേണ്ടി ഉരഹരയുടെ അണ്ടറിൽ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഉരഹരയ്ക്ക് ഒരുപാടധികം സന്തോഷമാകുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈസോട്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇച്ചിഗോനെയാണ്. ഗ്രൂപ്പിന്റെ ബേസിലേക്ക് നമ്മുടെ ഇച്ചിഗോ കയറി പോവുകയാണ്. കയ്യിലുള്ള ഹോളോസിന്റെ പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അവൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇത്ര നാള് ഹിറൂക്കാനാണ് വിളിച്ചുകൊണ്ടിരുന്നത്, നമുക്കിനി സിഞ്ചി എന്ന് വിളിക്കാം. അതാണ് ഒന്നുകൂടെ. ഇച്ചിഗോനെ കണ്ട സിഞ്ചി വളരെയധികം സർപ്രൈസ് ആകുകയാണ്. സിഞ്ചിനോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് തന്നെ ഹോളോന്റെ പവർ കൺട്രോൾ ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയാണ്. ഓ, അപ്പം നിനക്ക് ഹോളോ പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം അല്ലേ? നീ എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിഞ്ചി ആണെങ്കിൽ ഇച്ചിഗോന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചാടി വരും. അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ നമ്മുടെ സിഞ്ചി ഒരുപാടധികം പവർഫുൾ ആണ്. നമ്മുടെ സിഞ്ചിയുടെ അടുത്ത് നമ്മുടെ ഇച്ചിഗോയ്ക്ക് അങ്ങനെയൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കണ്ടുകൊണ്ട് നമ്മുടെ ഹീറോയി വളരെയധികം ഇറിറ്റേറ്റഡ് ആകുന്നു. ഇച്ചിഗോയി സിഞ്ചി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയി വന്നിട്ട് സിഞ്ചിനെ അടിച്ച് തറയിലിടുകയാണ്. എന്നിട്ട് ഇച്ചിഗോനോട് പറയുകയാണ്, ഹോളോ പവർ കൺട്രോൾ ചെയ്യാൻ പഠിക്കണമെങ്കിൽ നീ എന്നെ ഫൈറ്റിൽ തോൽപ്പിക്കണം എന്ന് നമ്മുടെ ഹീറോയി പറയുകയാണ്. തന്നെ നമ്മുടെ ഹീറോയി ആണെങ്കിൽ തൻ്റെ ഹോളോ പവർ അവിടെ വെച്ച് റിലീസ് ചെയ്യുകയാണ്. സോ നമ്മുടെ ഹീറോയുടെ മുഖത്ത് ആ ഹോളോ മാസ്ക് വരുന്നുമുണ്ട്. സ്പിരിച്വൽ പ്രഷർ ഉണ്ടല്ലോ അവളുടെ ഹോളോൻ്റെ. സോ അത് ഇച്ചിഗോ സെൻസ് ചെയ്ത സമയത്ത് ഇച്ചിഗോ എന്തോ പറ്റുന്നത് പോലെ തോന്നുന്നു. അത് ഒരുപാടധികം പവർഫുൾ ആണ്. സമയത്ത് തന്നെ നമ്മുടെ ഹീറോയി വന്നിട്ട് ഇച്ചിഗോന് വൈറ്റ് എത്തിട്ടൊരെണ്ണം കൊടുക്കുന്നുണ്ട്. സോ ഹീറോയി ഇപ്പം ഒരുപാടധികം പവർഫുൾ ആയിട്ടുണ്ട്. ബ്ലീച്ചിന്റെ സീസൺ 5 122 എപ്പിസോഡ് അവസാനിക്കുന്നു. ബ്ലീച്ചിന്റെ എപ്പിസോഡ്സ് നിങ്ങൾ തുടർന്ന് കാണുന്നവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കേൾക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലാസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ ക്ലാസ് തുടങ്ങാൻ വേണ്ടി. സോ ഇനി ഒരു ദിവസം ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഞാൻ മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കും. ബട്ട് എനിക്കിനി ഒരു ദിവസം 2 ബ്ലീച്ചിൻ്റെ വീഡിയോയും പിന്നെ 2 ഡോക്ടർ സ്റ്റോണിൻ്റെ വീഡിയോ അങ്ങനെയൊന്നും ഇടാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഞാൻ ഒരു ചാർട്ട് തയ്യാറാക്കും. സോ ആ രീതിയിലായിരിക്കും ഇനിയും തൊട്ട് നമ്മുടെ ചാനൽ വീഡിയോസ് വരുന്നത്. ഇതാണ് ഞാൻ മെയിനായിട്ട് തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ വേറെ കുറേ ആനിമീസ് ഞാൻ ചെയ്യുന്നുണ്ട്. യായിബ ചെയ്യുന്നുണ്ട്, പിന്നെ ഡോക്ടർ സ്റ്റോൺ ചെയ്യുന്നുണ്ട്, ബ്ലീച്ച് ചെയ്യുന്നുണ്ട്, മാജിക് ക്യൂബ് ചെയ്യുന്നുണ്ട്, വിൻ ബ്രേക്കർ ചെയ്യുന്നുണ്ട്, സോർഡ് ഓഫ് ദ ഡീമൺ ഹണ്ടർ ചെയ്യുന്നുണ്ട്. സോ ഇത്ര ആനിമീസ് ഞാൻ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ സപ്പോർട്ട് എനിക്ക് സോർഡ് ഓഫ് ദ ഡീമൺ ഹണ്ടറിനാണ് കിട്ടുന്നത്. പക്ഷേ എനിക്കത് ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. എനിക്ക് അതിൻ്റെ 3rd എപ്പിസോഡ് ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല. എനിക്കിതെല്ലാം ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഇനി ഡെയിലി 2 വീഡിയോസ് വെച്ച് വരുമെന്ന് പ്രതീക്ഷിക്കരുത് നിങ്ങൾ. എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം ഈ യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമല്ല ഞാനിത് ചെയ്യുന്നത്. കിട്ടുന്നില്ല. ഇവിടെ തന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഡെയിലി ഒരു വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം. 2 വീഡിയോ ചില ദിവസങ്ങളിൽ ഞാൻ ഇടാം. അപ്പോൾ എന്നെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം. സോ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന കാര്യം എന്തുവാ? ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും എന്തിനു വേറെ ഓരോ ഷെയറും ഓരോ സബ്സ്ക്രൈബേഴ്സും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ വീഡിയോ കാണുന്നവർ മാക്സിമം ഇതെല്ലാം ചെയ്തിട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് എൻ്റെ ചാനൽ ഒന്നുകൂടെ വളരുന്നതും. സോ അത് കാണുന്നതിനകത്ത് എനിക്കൊരു മോട്ടിവേഷനാകും. സോ അങ്ങനെ ഞാൻ വീഡിയോസ് ഒന്നും കൂടെ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് തുടർന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. മാത്രമല്ല എനിക്ക് വേറെ സ്ഥലം വരെ പോകണം. സോ അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇന്ന് വീഡിയോ ഇടാതിരിക്കരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യും. അതിന് വീഡിയോ തുടക്കത്തെ സൗണ്ടിനും അതുപോലെ തന്നെ അവസാനിച്ച സൗണ്ടിനും വ്യത്യാസം കാണും. കാരണം ഞാൻ 2 ദിവസം ഗ്യാപ്പ് എടുത്തിട്ടാണ് എന്ന് വെച്ചാൽ 2 ദിവസം എടുത്തിട്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ വീഡിയോ വേറൊരു വീഡിയോ കൂടെ വരും. മാജിക് ക്യൂബോ അല്ലെങ്കിൽ സോർഡ് ഓഫ് ദ ഡീമൺ ഹണ്ടറോ ഏതെങ്കിലും ഒരു എപ്പിസോഡും കൂടെ വരും. സോ അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കീപ് സപ്പോർട്ടിങ്, ഐ വിൽ കീപ് ഗോയിങ്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.